താറാവിനെ നമ്മള് കാണാറുണ്ട്, താറാവിന് തീറ്റ കൊടുക്കുന്ന കാണാറുണ്ട്. താറാവിനെ പിടിച്ചിട്ടൊരു മത്സരം, താറാവിന്റെ മുട്ടയും കഴിക്കാറുണ്ട്. കുളത്തിലൊക്കെ താറാവ് ഓടി കളിക്കുന്നതും കാണാറുണ്ട്. താറാവിനെ പിടിക്കുന്ന ഒരു മത്സരം ഉണ്ടാവുന്നത് ഈ GR ഇന്ദുഗോപൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, കഥകൾ എഴുതുന്ന സമയത്ത് ആ സ്ഥലം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും ഗ്രാമങ്ങളാണ് ചൂസ് ചെയ്യാറ്. അവിടെയുള്ള മനുഷ്യര്, അതിന്റെ വിശാലമായിട്ടുള്ള ഒരു ടെറൈൻ, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പൊന്മാനെ സംബന്ധിച്ചിടത്തോളം ഈ യാത്ര ചെയ്തെത്തി ദൂരം ഈ സ്ഥലം അവിടെ ഉണ്ടായിരുന്നുള്ള അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ലേ, അതെങ്ങനെയുണ്ടായിരുന്നു? അല്ല, ഈ സിനിമയിലും ആ ബുക്ക് വായിക്കുമ്പോഴൊക്കെ നമുക്കറിയാം ഈ ക്യാരക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കൊല്ലത്താണ് സിനിമ നടക്കുന്നത്, കൊല്ലത്താണ് ഈ സിനിമ എല്ലാ ക്യാരക്ടേഴ്സും. അത് വേറൊരു സ്ഥലത്ത് കൊണ്ട് പ്ലേസ് ചെയ്താൽ ഈ സിനിമ ഇങ്ങനെ ആയിരിക്കില്ല സംഭവിക്കുക. ഈ കഥ കോഴിക്കോട് നടക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല, അല്ലെങ്കിൽ ഓരോ സെറ്റിങ്ങിനനുസരിച്ചിട്ട് മാറും ഈ സിനിമ. കണക്റ്റഡ് ആണ്. അതെ, അപ്പോൾ അത് നമുക്കത് കൺവിൻസിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് സിനിമ കാണുമ്പോഴും ഒക്കെ അത് വേറെ രീതിയിൽ നമുക്ക് ഭയങ്കര കണക്ട് തോന്നും. അതിലെ എല്ലാ ക്യാരക്ടേഴ്സിനോടും, ഹീറോ, വില്ലൻ, അങ്ങനെ അല്ലാതെ എല്ലാവരെയും നമ്മൾ എവിടേക്കോ കണ്ടിട്ടുള്ള പോലെ. പക്ഷെ എന്നാൽ അത് യൂണിവേഴ്സലും ആണ്. ഇതിൽ ഇമോഷൻസൊക്കെ വളരെ യൂണിവേഴ്സലാണ്. എന്നാൽ അതേസമയം ഈ പറഞ്ഞ നേറ്റിവിറ്റി ഭയങ്കര യുണീക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ബീച്ചിൻ്റെ സൈഡിൽ നടക്കുന്ന ഒരു കൾച്ചറിനെ അതിനെ ബേസ് ചെയ്തിട്ടാണ്. കൊല്ലത്ത് തീരദേശ മേഖലയിൽ നടക്കുന്ന ഒരു കൾച്ചറുണ്ട്. പിന്നെ തുരുത്ത് എന്നൊക്കെ പറയുന്ന പോലത്തെ മൺട്രോ ഐലൻഡിൽ അവിടെ അങ്ങനത്തെ ഒരു തുരുത്ത്, അവിടുത്തെ ഒരു കൾച്ചർ. അപ്പോൾ ഈ ചെറിയ ചെറിയ ഡീറ്റെയിലിങ്ങുകളൊക്കെ ഉണ്ടല്ലോ ആ തുരുത്തിൽ. ഇപ്പോൾ വേലിയേറ്റ സമയത്ത് മുറ്റത്തൊക്കെ വെള്ളം കയറി കിടക്കും. അപ്പോൾ ചെറിയ ഇഷ്ടിക ഇട്ടിട്ടാണ് നമ്മൾ കാലും കൊണ്ട് ക്രോസ് ചെയ്ത് പോകാൻ. മുറ്റത്തൊക്കെ വെള്ളമായിരിക്കും. അപ്പോൾ ചെറിയ ചെറിയ ഇഷ്ടികകൾ ഇട്ടിട്ടാണ് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് അപ്പുറത്തേക്ക്, ഇല്ലെങ്കിൽ നനയും. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിലിംഗ് ഒക്കെ ആ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അവരുടെ കല്യാണ തലേന്നുള്ള ചടങ്ങുകളും ആചാരങ്ങളൊക്കെ വേറെയാണ്. അതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റൊക്കെയാണ് ഈ സിനിമേനെ മുമ്പോട്ട് പോകുന്നത്. ആ ആചാരങ്ങൾ വേറെ ഉള്ളൊരു സ്ഥലത്ത് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാവേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഭയങ്കര റീജിയണലി യുണീക്കാണ് ഈ സിനിമ. അതാണ് ഈ സിനിമയുടെ ഒരു ഐഡിയയുടെ ഒറിജിനാലിറ്റിയും അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതൊരു ഭയങ്കര ഒരു ടെംപ്ലേറ്റ് സിനിമയാവും. പക്ഷെ ഐഡിയക്ക് ഒരു ഒറിജിനാലിറ്റി ഉണ്ട് ഈ സിനിമയുടെ. തുടക്കം മുതൽ അവസാനം വരെയുള്ള സംസാരിക്കുമ്പോൾ മാത്രമേ. അപ്പോൾ ഐഡിയയുടെ ഒറിജിനാലിറ്റി കുറേയൊക്കെ ഈ പറയുന്ന സെറ്റിങ്ങിൽ നിന്നാണ്, ഈ കൊല്ലം ആ ഒരു ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള സെറ്റിങ്ങിൽ നിന്നാണ് സംഭവിക്കുന്നത്. അത് ഇന്ദുഗോപൻ ചേട്ടൻ്റെ മുമ്പത്തെ എല്ലാ പുസ്തകങ്ങളിലും അതുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയിലും ഈ പുസ്തകത്തിലും അത് വളരെ എവിഡൻ്റ് ആണ്. പുള്ളി കൂടുതലും കൊല്ലം റീജിയൻ വെച്ചാണ് എഴുതുന്നത്. പുള്ളി കൊല്ലമാണ്. കൊല്ലം, തിരുവനന്തപുരം. അതെ അതെ, നമ്മൾ കേട്ടിട്ടില്ലാത്ത കഥകൾ തന്നെയാണ് എല്ലാം. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇതിന്റെ ഇമോഷൻ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ ക്യാരക്ടേഴ്സിന്റെ നെയിമുകൾ, മരിയാനോ, ടെറൻസ് ബ്രൂണോ, പുസ്തകത്തിന്റെ പേര് തന്നെയാണെങ്കിലും പുസ്തകങ്ങളുടെ പേര് തന്നെ വിലായത്ത് ബുദ്ധ, നമ്മൾ മുന്നേ ചിന്തിച്ചിട്ടില്ലാത്തൊരു പേര് കൂടെ. അതെ അതെ അതെ, 4-5 ചെറുപ്പക്കാര്. മറ്റേ ആ കല്ലിടുന്ന സാധനം നമ്മൾ ഷൂട്ട് ചെയ്ത സ്ഥലത്തും ഇടയ്ക്ക് ഒരു ദിവസം അങ്ങനെ എപ്പോഴും ഈർപ്പം ഉണ്ടാവും ഭിത്തിയിലൊക്കെ. അങ്ങനെ ഡീറ്റെയിലിംഗ് പരിപാടിയൊക്കെ അത് എല്ലാ സിനിമയിലും മൊത്തത്തിലുണ്ട്. ആ ഡീറ്റെയിലിംഗ് അങ്ങനെ ഗെയിമുകള്, നമ്മൾ ഇതുവരെ കാണാത്ത ഗെയിമുകളൊക്കെ. താറാവ് കൊടുത്ത മത്സരം, താറാവ് കൊടുത്ത മത്സരം, പള്ളി പെരുന്നാളിന് താറാവിനെ നമ്മള് കാണാറുണ്ട്, താറാവിന് തീറ്റ കൊടുക്കുന്ന കാണാറുണ്ട്. താറാവിനെ പിടിച്ചിട്ടൊരു മത്സരം, താറാവിന്റെ മുട്ടയും കഴിക്കാറുണ്ട്. കുളത്തിലൊക്കെ താറാവ് ഓടി കളിക്കുന്നതും കാണാറുണ്ട്. താറാവിനെ പിടിക്കുന്ന ഒരു മത്സരം ഉണ്ടാവുന്നത് അറിയുന്നത്. അതൊക്കെ അതിന്റെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. അതൊക്കെ സിനിമയിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റിൽ അതൊക്കെ ഭയങ്കര രസകരമായിട്ട് വരുന്നുണ്ട് ആക്ച്വലി.